ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളിൽ എൻ്റെ സാഷ്ടാംഗ പ്രണാമം. ശ്രീ മങ്ങാട് ബാലചന്ദ്രൻ സാറിൻ്റെ ഗുരുദേവ കഥാസാഗരം ഭാഗം 42 തൊഴുത്തിൽ നിന്നൽപ്പം ഭക്ഷണം. ഭാഗം 42 തൊഴുത്തിൽ നിന്നൽപ്പം ഭക്ഷണം ഇവിടെ ആരംഭിക്കുന്നു. മരുത്വമലയിലെ തപസ് കഴിഞ്ഞിറങ്ങിയ നാമസ്വാമി ഒരിടത്തും സ്ഥിരമായി തങ്ങാൻ ഇഷ്ടപ്പെട്ടിരുന്നില്ല. മുൻകൂട്ടിയുള്ളതല്ലാത്തതോ നിശ്ചയമില്ലാത്തതോ ആയ യാത്രകളായിരുന്നു പിന്നീട്. കാണുന്ന വഴികളിലൂടെയൊക്കെ ആ പാദങ്ങൾ അകന്നുപോയി. അക്കാലത്ത് കന്യാകുമാരി, കുളച്ചൽ, പൂവാർ, കോവളം, ശംഖുമുഖം, അഞ്ചുതെങ്ങ്, കായിക്കര തുടങ്ങിയ കടലോര പ്രദേശങ്ങളിലൊക്കെ രാപ്പകലുകൾ ചെലവഴിക്കാറുണ്ടായിരുന്നു. ആ വേളകളിൽ മുക്കുവരെ സഹായിച്ചും അവരുടെ കുട്ടികളെ എടുത്തും അവരെ കളിപ്പിച്ചും അവർക്ക് ചോറ് വാരിക്കൊടുത്തും ഒക്കെ കഴിയുക പതിവായിരുന്നു. നാടുനീളെ കാൽനടയായി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന നാണുസ്വാമിയെ ചിലരെല്ലാം ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ മറ്റു ചിലരാകട്ടെ അപമാനിക്കുകയും പരിഹസിക്കുകയുമാണ് ചെയ്തത്. ഭ്രാന്തൻ എന്ന് വിളിച്ച് അധിക്ഷേപിച്ചവരും അക്കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. പക്ഷേ നാണുസ്വാമിക്ക് ആദരിക്കുന്നവരോട് പ്രത്യേക മമതയോ നിന്ദിക്കുന്നവരോട് പ്രത്യേക വിദ്വേഷമോ ഉണ്ടായിരുന്നില്ല. മാനത്തിലും അപമാനത്തിലും സമമാനസനായി കഴിഞ്ഞിരുന്നു സ്വാമി. രാത്രികാലങ്ങളിലധികവും സത്രങ്ങളിലോ ക്ഷേത്രങ്ങളിലോ ആയിരുന്നു കിടപ്പ്. ചിലപ്പോൾ രാത്രികളിലും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ശീലവുമുണ്ടായിരുന്നു. അങ്ങനെയുള്ള ഒരു രാത്രിയിൽ സ്വാമിക്ക് അതികലശലായ വിശപ്പുണ്ടായി. അന്ന് പകൽ നേരത്തും ആഹാരമൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. രാത്രി ഏറെ വൈകിപ്പോയിരുന്നതിനാൽ മിക്ക വീട്ടുകാരും നല്ല ഉറക്കത്തിലുമായി കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് ഭിക്ഷ യാചിക്കുവാനും തരമില്ലാതായി. ഒരടി പോലും ഇനി നടക്കാനാവില്ലെന്ന് ഉറപ്പായി. അപ്പോൾ സമീപത്ത് കണ്ട ഒരു വീട്ടുമുറ്റത്തേക്ക് കയറി. എങ്കിലും ഗാഠനിദ്രയിലായിരിക്കുന്ന ആ വീട്ടുകാരെ വിളിച്ച് എന്തെങ്കിലും ആഹാരം ചോദിക്കുവാൻ നാണുസ്വാമിക്ക് മനസ്സ് വന്നില്ല. ആ സമയം വീട്ടുമുറ്റത്തിൻ്റെ തെക്ക് ഭാഗത്തുള്ള തൊഴുത്തിൽ നിന്ന് ഒരു പശു പതിഞ്ഞ ശബ്ദത്തിൽ കരയുന്നത് കേൾക്കുവാനായി. നാണുസ്വാമി മെല്ലെ നടന്ന് ആ തൊഴുത്തിനടുത്തെത്തി. സ്വാമിയെ കണ്ടിട്ട് തൊഴുത്തിൽ കിടക്കുകയായിരുന്ന ഒരു പശു എഴുന്നേറ്റ് തലയാട്ടുകയും മൃദുലമായ ചില ശബ്ദങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തു. സ്വാമി അതിൻ്റെ തലയിൽ പിടിച്ച് സ്നേഹപൂർവ്വം ഒന്ന് തലോടി. എന്നിട്ട് അവിടെ കിടന്നിരുന്ന ഒരു പിടി പുല്ലെടുത്തു കൊടുത്തു. അപ്പോഴാണ് തൊഴുത്തിൻ്റെ ഒരരികിലിരുന്ന ഒരു പാത്രം കണ്ണിൽപ്പെട്ടത്. അതിൽ കൈയിട്ട് തപ്പി നോക്കി. അപ്പോൾ കുറച്ച് വറ്റ് കിട്ടി. അത് കോരിയെടുത്ത് പുതച്ചിരുന്ന മുണ്ടിൻ്റെ തലപ്പിൽ വെച്ച് നന്നായി പിഴിഞ്ഞെടുത്തു. നാണുസ്വാമി തൊഴുത്തിൻ്റെ ഉമ്മറപ്പടിയിലിരുന്ന് ഊറ്റിയെടുത്ത ആ വറ്റ് മുഴുവൻ ഭക്ഷിച്ചു. തൻ്റെ വിശപ്പകറ്റുവാൻ നിമിത്തമായ ആ പശുവിനെ ഒരിക്കൽ കൂടി തലോടിയിട്ട് നാണുസ്വാമി വഴിയിലേക്കിറങ്ങി വീണ്ടും ഇരുളിൽ മറഞ്ഞു. നമിച്ചിടുന്നേൻ ശ്രീ ഗുരുദേവാ തവ തിരുപാദങ്ങൾ, സ്തുതിച്ചിടുന്നേൻ ഞങ്ങൾ നിത്യം നാരായണമൂർത്തേ. ശരണം 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 തരണേ ശിവഗിരി ഗുരുദേവാ, തവ തിരുപാദം ശരണം തേടുന്നടിയങ്ങൾ ഞങ്ങൾ. ശ്രീ മങ്ങാട് ബാലചന്ദ്രൻ സാറിൻ്റെ ഗുരുദേവ കഥാസാഗരം ഭാഗം 42 തൊഴുത്തിൽ നിന്നൽപ്പം ഭക്ഷണം ഇവിടെ അവസാനിച്ചിരിക്കുന്നു. ഇതിൽ വന്നിട്ടുള്ള തെറ്റുകുറ്റങ്ങൾ സദയം ക്ഷമിക്കണമെന്ന് ഗുരുദേവനാമത്തിൽ അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. ഗുരുധർമ്മം വിജയിക്കട്ടെ.